ചെറുതിലേ മുതലേ സിനിമ ഭയങ്കര പാഷനായിരുന്നു. പണ്ട് കാലം മുതലേ ഞാനും എൻ്റെ ബ്രദറും എൻ്റെ ചേട്ടൻ ഇങ്ങനെ ഞങ്ങൾ എൻ്റെ അച്ഛന് എപ്പോഴും എല്ലാ വീക്കെൻഡിലും നമ്മൾ പുറത്തു പോകണം, ഒരു സിനിമ കണ്ടിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു. അപ്പോൾ അച്ഛൻ HMTയിൽ എഞ്ചിനീയറായിരുന്നു. അച്ഛൻ ഇപ്പം ഇല്ല, പ്രഭാകരൻ നായർ ഇപ്പം മരിച്ചു. അപ്പോൾ അച്ഛന് ഉണ്ടായിരുന്നപ്പോൾ അച്ഛൻ എപ്പോഴും ഒരു വീക്കെൻഡിൽ നമ്മൾ പുറത്ത് പോകണം എന്നുള്ള കാര്യത്തിലൊക്കെ നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ പുറത്തൊരു ഔട്ടിങ്ങിന് പോവുക, ചിലപ്പോൾ എവിടെയെങ്കിലും കറങ്ങാൻ പോവുക. അങ്ങനെയൊക്കെയാണ് ഈ യാത്രയോടുള്ള ഒരു ഇഷ്ടം എനിക്ക് കൂടിയെന്ന് തോന്നുന്നു. പിന്നെ സിനിമയെ പറ്റിയാണെങ്കിലും അച്ഛൻ അത്യാവശ്യമൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും ഒക്കെ പണ്ട് ചെറുതിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ TV ഒക്കെ പുറകിലൊക്കെ പോയി നോക്കും. എൻ്റെ വിചാരം പണ്ട് ഈ മോഹൻലാൽ, മമ്മൂട്ടി അവരൊക്കെ TV ഉള്ളിലാണ് താമസിക്കണമെന്നായിരുന്നു. അതെനിക്കാണ് എല്ലാവരുടെയും ചിലപ്പോൾ ചിന്ത അങ്ങനെ ആയിരുന്നിരിക്കാം. എന്നിട്ട് ഞങ്ങൾ പുറകിൽ പോയി നോക്കും. അതിൻ്റെ ഞാൻ അമ്മയോട് എപ്പോഴും ചോദിക്കായിരുന്നു, ഇവർ ഇതിൽ ഇറങ്ങിപ്പോകുന്നു, നമ്മളൊന്നും കാണുന്നില്ലല്ലോ. അപ്പം എൻ്റെ വിചാരം ഇവരിവിടെ താമസിക്കുന്നുണ്ട്, ഇവരെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും, അതൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. അപ്പം മുതലേ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട്. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊരു ഷൂട്ടിങ് ഇത് പിന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് പ്രണയവർണ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ ഒത്തിരി 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 സ്വപ്നങ്ങൾ ദിവ്യ ഉണ്ണി ചെയ്ത, അതിൻ്റെ അകത്ത് എത്ര 8 or 10 ഡ്രസ് ചേഞ്ച് എന്താ അവർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ എണ്ണം മറന്നുപോയി. അപ്പം അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഇവർ ഉള്ളിലാണ് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഇതിങ്ങനെ ഒരു കളയായിരിക്കും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ ആയിരിക്കും ഇതെങ്ങനെ ഇത് വരും, ഇങ്ങനെ മാറ്റുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഭയങ്കര ചിന്തയാണ്. അപ്പോൾ അന്ന് മുതലേ ഇതെന്താണ് ഇതിന് പുറകിലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് സിനിമയിൽ അഭിനയിക്കുന്നവരുടെയൊക്കെ നോക്കും, ഇവരിങ്ങനെ അഭിനയിക്കണു, ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നാണോ ഇവരിത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര അതിശയമാണ്, അയ്യോ ഇങ്ങനെ ചെയ്യുക, എങ്ങനെയൊക്കെ ഇങ്ങനെയാണ് എൻ്റെ ഇഷ്ടം, സിനിമയോടുള്ള ഇഷ്ടം കൂടി വന്നത്. പിന്നെ സ്റ്റേജിലേക്കായി ഡാൻസ് പ്രോഗ്രാംസ് ചെറുതിലേ മുതൽ ചെയ്തു തുടങ്ങി. അങ്ങനെ ഓരോരോ നിമിത്തങ്ങളായിട്ട് ഓരോരുത്തരെ പരിചയപ്പെട്ടു. അങ്ങനെ ഡാൻസ് കളിക്കാൻ ചെന്നപ്പോഴാണ് ഒരു പ്രാവശ്യം ഞാൻ കോട്ടയം നസീറിൻ്റെ ടീമിൽ വർക്ക് ചെയ്തിരുന്നു, കലാഭവൻ ഷാജോൺ ചേട്ടൻ്റെ ടീമിൽ വർക്ക് ചെയ്തിരുന്നു, പിന്നെ മനോജ് ഗന്നസ് ഇവരുടെയൊക്കെ ടീമിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസ് ആയിട്ട് തന്നെ. അപ്പോൾ ഒരു ദിവസം സ്കിറ്റ് ചെയ്യാൻ ഒരാൾ വന്നില്ല, അതുകൊണ്ട് നീ ഒന്ന് കയറി ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ സ്കിറ്റിൽ ചെയ്യാൻ തുടങ്ങിയത് സ്റ്റേജിൽ. പിന്നെ അവരവർ നന്നായിട്ട് ചെയ്യണ്ടല്ലോ സ്കിറ്റ്, എന്നാൽ പിന്നെ ഇത് ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്കിറ്റ് ചെയ്തു തുടങ്ങി. ആ സ്കിറ്റ് ചെയ്തു തുടങ്ങിയ അതിലൂടെയാണ് ഞാൻ സിനിമല എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമിന് വന്നത്. അതാണ്. പക്ഷെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സീരിയലിൽ ബാലതാരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമയിലാണ് വരുന്നത്. അങ്ങനെ കോമഡി എല്ലാം ചെയ്ത് TV അത്യാവശ്യം ഷോ ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ 7 Arts മോഹൻ എന്ന് പറഞ്ഞിട്ട് കൺട്രോളർ, മാടമ്പിയുടെ കൺട്രോളർ മോഹനേട്ടനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിനിമയിൽ വലിയൊരു ക്യാരക്ടറൊന്നുമല്ല, പക്ഷെ ഇതൊരു വലിയ സിനിമയാണ്, ബി ഉണ്ണികൃഷ്ണൻ സാറാണ് ഇതിൻ്റെ ഡയറക്ടർ, മോഹൻലാൽ, പിന്നെ അങ്ങനെ ഒരുപാട് വലിയൊരു ടീമിൻ്റെ തന്നെ ഒരു സിനിമയാണ്, വന്നു നോക്കൂ, ഒരു സുരാജേട്ടനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഒരു സീനുണ്ട്, വന്നു നോക്കൂ എന്ന് പറഞ്ഞു. ശരിക്കും ആ സീൻ അത്ര വലിയ സീനൊന്നും ആയിരുന്നില്ല, പക്ഷേ സുരാജേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതിന്. സുരാജേട്ടനാണെങ്കിലും ഇപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിൽ അല്ലാതെ തന്നെ ഡയലോഗ്സ് പുള്ളി തന്നെ നമ്മളെ കൂടുതൽ ഡയലോഗ്സ് ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒപ്പം നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് അത് ഒരുപാട് ഗുണമാണ് ഡയലോഗ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. അപ്പം അങ്ങനെ സുരാജേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ടാണ് ശരിക്കും ആ സീൻ ഇത്രയും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സീനായി മാറിയത് തന്നെ. അപ്പോൾ അന്ന് ഞാൻ ചെയ്യാതിരുന്നെങ്കിൽ ശരിക്കും ഒരു വലിയൊരു നഷ്ടമായി പോയാനെ. ഇങ്ങനെയാണ് മാടമ്പിയിലേക്ക് വരുന്നതും. സുരാജേട്ടൻ അതിൽ വലിയൊരു പങ്കുണ്ട് ആ സീനിൽ. ആദ്യമൊക്കെ ഫീൽഡിലൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ നമ്മളിപ്പോൾ അതേപോലെ തന്നെ ഞാനും സ്വപ്നം കണ്ടിരുന്നത് ഇപ്പോൾ സോങ്സിലൊക്കെ ആണല്ലോ നായകനും നായികയും പാടുക, അതല്ലേ നമ്മൾ ആരാണേലും ഇപ്പോൾ ആദ്യം അതല്ലേ ശ്രദ്ധിക്കുള്ളൂ, TV കാണിക്കുന്നതാണെങ്കിലും ഒക്കെ, ഇപ്പോൾ ഡാൻസ് സീക്വൻസ് ആണെങ്കിലും ഒക്കെ. അപ്പം അത് അന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പിന്നീട് സിനിമയിൽ എനിക്ക് ഏതെങ്കിലും ഒരു പാട്ടിൽ ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ റോളാണെങ്കിലും ചെയ്യാൻ മതിയായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം പിന്നെ വന്നു. അങ്ങനെ ഞാൻ ക്യാരക്ടർ റോൾസ് ചെയ്തു തുടങ്ങി. പക്ഷെ അന്ന് ഞാൻ ഈ ക്യാരക്ടർ റോൾസ് ഇപ്പോൾ ഈ കോമഡി റോൾസ് ആണെങ്കിലും ചെയ്തത് ഇപ്പോൾ ഉപകാരമായി. അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഇവിടെ പോലും ഇപ്പോൾ ഇരിക്കേണ്ടി വരില്ലായിരുന്നു അന്ന് കോമഡി ചെയ്തില്ലെങ്കിൽ. നായികയായിട്ട് തന്നെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ചിലപ്പോൾ ഒരു
പ്ലസ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു മൈനസ് ആയിരിക്കാം. ഭയങ്കര ധൃതി കൂടുതലാണ് എനിക്ക് എല്ലാ കാര്യത്തിലും, സംസാരിക്കുന്നതിലാണെങ്കിലും എന്താ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിലാണെങ്കിലും. എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ വിചാരിച്ച് ഇപ്പോൾ നടക്കണം, അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഒട്ടും നായികയായിട്ടൊക്കെ വെയിറ്റ് ചെയ്യണമായിരിക്കും നമ്മൾ, നല്ല ക്യാരക്ടേഴ്സ് നോക്കി. പിന്നെ അല്ലെങ്കിൽ ഓരോ ഓഫേഴ്സ് വരുന്നത് അനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണമായിരിക്കും. അങ്ങനെയൊന്നും വെയിറ്റ് ചെയ്യാൻ ഞാൻ റെഡി ആയിരുന്നില്ല. അപ്പോൾ കിട്ടുന്ന വണ്ടിയിൽ ചാടിക്കയറിപ്പോയി. അതാണ് ഞാൻ ക്യാരക്ടർ റോൾസിലേക്ക് വന്നത്. പിന്നീട് ഇപ്പോൾ സിനിമയുടെ മൊത്തത്തിലുള്ള ട്രെൻഡ് മാറിയപ്പോൾ ഇപ്പം മെയിൻ ക്യാരക്ടേഴ്സായി. ഇപ്പം നായകനും നായിക എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരുവിധം കുറഞ്ഞു. ഇപ്പോൾ ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ മെയിൻ റോളായിട്ട്, ഇപ്പോൾ സുരാജേട്ടൻ നായകനായിട്ട് ഇപ്പോൾ വന്നതിലാണ് ഇപ്പോൾ നാഷണൽ അവാർഡ് വന്നത്. അപ്പം അങ്ങനെ നമ്മൾ കേന്ദ്ര കഥാപാത്രമായിട്ട് വരിക എന്നേ ഉള്ളൂ ഇപ്പോൾ. അല്ലാതെ ഇപ്പം നായികയായിട്ട് വന്നാലും നമുക്ക് ചെയ്യാൻ പാകത്തിനൊന്നും ഉണ്ടാവുന്നില്ല. ചിലപ്പോൾ 2 സോങ് കാണും, അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മാറി വരുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഇതിൽ തന്നെ. അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്. അല്ലാണ്ട് ചെയ്യണതുകൊണ്ട് എനിക്ക് പേടിയോ അങ്ങനെ ടെൻഷൻസോ ഒന്നുമില്ല. പക്ഷേ അത് ഞാൻ ചെയ്താൽ നന്നായിരിക്കുമോ എന്നുള്ളൊരു കോൺഫിഡൻസ്. ഇപ്പോൾ ഫോട്ടോഷൂട്ട് പോലെയല്ല നമ്മൾ സിനിമയിൽ ചെയ്യുമ്പോൾ. അതൊരു മൂവി ക്യാമറയിൽ ഇത് ചെയ്യുക, പിന്നെ പല ആക്ഷൻസ് ഉണ്ടാവും, ഇപ്പോൾ ഡാൻസിൻ്റെ ഇതിലാണെങ്കിലും ഒക്കെ. അപ്പോൾ എത്രത്തോളം ഞാനതിൽ സക്സസ് ആവും എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ. ഫോട്ടോഷൂട്ടിനാണെങ്കിൽ നമ്മളിപ്പോൾ പോസ് ചെയ്താൽ മാത്രം മതി, അതുപോലെ അല്ലല്ലോ സിനിമയിൽ. അപ്പം നോക്കാം, ഞാനിത് ഒന്നും ആലോചിച്ചിട്ടില്ല. പിന്നെ സിനിമയിൽ മലയാളത്തിൽ അത്യാവശ്യം ഓഫേഴ്സ് വരുന്നുണ്ട് നല്ല ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ കുഴപ്പമില്ലാതെ ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ഗുലുമാൽ കഴിഞ്ഞ പിന്നെ ഞാൻ തോന്നുന്നു ആ ഒരു സീൻ ഇപ്പോഴും എന്നോട് ആൾക്കാർ പറയുന്നതാണോ, അയ്യോ അത് ഭയങ്കര അടിപൊളി സീനായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജ് കഴിഞ്ഞപ്പോഴാണേലും ആൾക്കാർ ആ ഒരു സീനിലൊക്കെ കൈയടിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ചെറുതിലേ മുതലേ ഈ ഒരു ഫീൽഡ് തന്നെ സ്വപ്നം കണ്ടു വന്നിരുന്ന ഒരാളായതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന അംഗീകാരങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വലുതായിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അപ്പോൾ പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജ് കഴിഞ്ഞിട്ടുള്ള സിനിമകളിലാണെങ്കിലും ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ വരുമ്പോൾ ആൾക്കാർ പറയും അതേ വന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ പറയും. അതുപോലെ ഞാൻ കേട്ടത് ഇന്ത്യൻ പ്രണയകഥയിൽ ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് സീൻ തുടങ്ങുന്നത് തന്നെ നേഴ്സായിട്ട് ഹോസ്പിറ്റൽ സീനിലാണല്ലോ. അപ്പോൾ ആരോ അവിടുന്ന് വിളിച്ചു പറയാം ഇതിലുണ്ട് വരണുണ്ട് എന്ന്. അപ്പം ആൾക്കാർ വിചാരിച്ചത് ഞാൻ അതിൻ്റെ അകത്ത് വന്നിട്ട് എന്തെങ്കിലും കോമഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു ഡോസ് പൊട്ടിച്ചിട്ടായിരിക്കും പോകുന്നതെന്നാണ്. പക്ഷെ പിന്നീട് എന്നെ കാണിക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഒരു ഒതുങ്ങിയ ഒരു ഭയങ്കര മെച്ചോർഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും അംഗീകരിക്കുന്നുണ്ടല്ലോ ആൾക്കാർ, എനിക്ക് അതിൽ വലിയ സന്തോഷമുണ്ട്. നെഗറ്റീവായിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സുധേച്ചി, നമ്മുടെ MLA ഭാസ്കരൻ നായരുടെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയാ? നിന്റെ ഉത്കണ്ഠ എനിക്ക് മനസ്സിലായി. പക്ഷെ അയാളിപ്പോ കുറച്ച് ബെറ്ററാ. ഇന്നലെ മുതൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. എനിക്ക് സത്യൻ സാർ എന്ന് പറയുമ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഞാൻ ഈ കരിയർ തുടങ്ങുമ്പോൾ ഞാൻ 1-2 സ്ഥലത്ത് ചാൻസൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട്. അതിൽ ഒരു ഡയറക്ടറിൽ ഒരാളാണ് സത്യൻ സാർ. അപ്പം സാറിനെ ഞാൻ പിന്നെ ഇടയ്ക്ക് വിളിക്കായിരുന്നു. പിന്നെ പല പ്രോഗ്രാംസിലും സാർ ഗസ്റ്റായിട്ട് വരുമ്പോൾ ഒക്കെ ഞങ്ങൾ കാണുമായിരുന്നു. അപ്പോൾ ഒക്കെ സാർ എൻ്റെ അടുത്ത് പറയും, ഈ അടുത്ത കാലത്ത് കണ്ടിട്ട് സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ബിന്ദു എന്ന് പറഞ്ഞ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സാർ എന്നെ വിളിച്ചിട്ട് എപ്പോഴും പറയും ഇങ്ങനെ നല്ല ആർട്ടിസ്റ്റാണ് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ സാർ എന്നെ പറയും, കൃഷ്ണ പോലുള്ള ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ ഞാൻ തന്നെ ചോദിക്കും, ഞാൻ എപ്പോഴും സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാമെന്ന് ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ സാർ എപ്പോഴും പറയും, കൃഷ്ണ പോലെയുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്, അവരെ വിളിക്കുമ്പോൾ നല്ല ക്യാരക്ടറിനെ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും അത്. പ്രോഗ്രാമിന് സാറിനെ കണ്ടപ്പോൾ സാറാണ് എനിക്ക് ഒരു ട്രോഫി തന്നത് സ്റ്റേജിൽ വെച്ച്. അന്ന് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്രാവശ്യം നമ്മൾ മിക്കവാറും കാണുമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, അപ്പം ഇപ്രാവശ്യം എന്നെ വിളിക്കായിരിക്കും. പക്ഷെ പിന്നെ ആരും വിളിച്ചില്ല. ഈ ഒരു ക്യാരക്ടർ പിന്നെ ഉണ്ടോ ഒന്നും അറിയില്ല. അത് കഴിഞ്ഞപ്പോൾ പടം തുടങ്ങിയെന്നറിഞ്ഞു, കോട്ടയത്ത് തുടങ്ങിയെന്നറിഞ്ഞു. അപ്പോഴും കോളൊന്നും വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യവും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം വീട്ടിലിരുന്നപ്പോഴാണ് സാറും പിന്നെ കൺട്രോളർ സേതു മണ്ണാർക്കാട് സേതുവേട്ടനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സാർ ഇങ്ങനെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്, കുറച്ച് ദിവസത്തെ ഒരു 10-12 ദിവസത്തെ ഡേറ്റ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്താ ക്യാരക്ടർ എന്ന് പോലും ചോദിച്ചില്ല. ഞാനപ്പോൾ സാറിനെ വിളിച്ചു. സാർ പറഞ്ഞു ശരി വരൂ എന്ന് പറഞ്ഞു. സെറ്റിൽ വന്നപ്പോഴും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതെന്താണ് ക്യാരക്ടർ. ഞാൻ ചോദിക്കാനും പോയില്ല കേട്ടോ, എന്താ ക്യാരക്ടർ എന്നൊന്നും ഞാൻ ചോദിക്കാൻ പോയില്ല.
അപ്പോൾ അത് കഴിഞ്ഞ് കോട്ടയത്തെ വീട്ടിൽ അവിടെ ഷൂട്ടിൽ നിൽക്കുമ്പോഴാണ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഫഹദിൻ്റെ സിസ്റ്ററാണ് സുധ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, അത് ചേച്ചിയാണ്, ഇവർക്ക് കുറച്ചൊരു ഇങ്ങനെ ഒരു ട്രാജഡിയൊക്കെ ഒരു ലവ് ഫെയിലിയറൊക്കെ ആയിട്ട് കുറച്ചൊരു ട്രാജഡിയൊക്കെ പറ്റിയ ഒരു ക്യാരക്ടറാണ്, അത് കൃഷ്ണ ചെയ്തോളും എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം സാറിന് എന്തോ ഭയങ്കര കോൺഫിഡൻ്റ് ഉണ്ട്, കൃഷ്ണ ചെയ്തോളും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ധൈര്യത്തിലാണ് ശരിക്കും ഞാൻ ചെയ്തത്. പിന്നെ എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ സാറിനെ അതുപോലെ ചാൻസ് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഫസ്റ്റ് ഷോട്ട് തന്നെ എത്രത്തോളം നന്നാക്കാമോ അത്രത്തോളം നന്നാക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. പിന്നെ കോമഡിയിൽ നിന്ന് മാറി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ മൊത്തത്തിൽ എനിക്കൊരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല, ചെയ്യാൻ പറ്റി, നന്നായിരുന്നു വിശ്വസിക്കണു. ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയും ഒരു ക്യാരക്ടറുമാണ് ഈ ഇന്ത്യൻ പ്രണയത എന്ന സിനിമയും അതിലത്തെ സുധ എന്ന് പറഞ്ഞ ക്യാരക്ടറും. ഫഹദിനോടൊപ്പം ഞാൻ നത്തൂലി ഒരു ചെറിയ മീനല്ല, അതിൽ ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഞാൻ ഫഹദിന്റെ ചേച്ചിയായിട്ടാണ് ചെയ്തത്, സുധ എന്ന് പറഞ്ഞ ക്യാരക്ടർ. എനിക്ക് ഫഹദിന്റെ ഒപ്പം അഭിനയിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഭയങ്കര ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫീൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഫഹദിന്റെ ഒപ്പം. ചിലപ്പോൾ നമ്മളിപ്പോലും അറിയാത്ത എന്തെങ്കിലും ഒരു കെമിസ്ട്രി അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും, അതായിരിക്കും. പിന്നെ സത്യൻ സാറിന്റെ സെറ്റ്, സാറാണേലും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇത് ഇനിയിപ്പോൾ 1-2 ടേക്കൊക്കെ ആകുമ്പോഴത്തേന് ഇനി എങ്ങനെയാ വഴക്ക് പറയുമോ എന്നൊക്കെ. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര നമ്മളൊരു വീട്ടിൽ നമ്മളെല്ലാവരും നിന്ന് സംസാരിക്കുന്ന പോലെ തന്നെയാണ് സാറ് സംസാരിച്ചത്, നമ്മളെ വർക്ക് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ. പിന്നെ അമലയായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു അമല പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൗത്ത് ഇന്ത്യ മൊത്തം വളരെ നമ്പർ 1 ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഹീറോയിനാണ്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും, ജാടയായിരിക്കുമോ എന്നൊക്കെ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ സെറ്റിൽ കണ്ടപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു. ഞാൻ ട്രിവാൻഡ്രം ലോഡ്ജ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം എന്നോട് അമല സംസാരിച്ചു തന്നെ. പിന്നെ ഭയങ്കര ഫ്രീ ആവുക ചെയ്തത്. അപ്പോൾ നന്നായിട്ട് ആ ഒരു സിനിമയും ആ ക്യാരക്ടറും ആ ഒരു സെറ്റും എല്ലാം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെറ്റ് തന്നെയായിരുന്നു. ഞാനുള്ളതുകൊണ്ടാണോ ഫോൺ എടുക്കാത്ത? ഹേയ്, അതൊന്നുമല്ല. ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പുതിയതായി വന്നൊരു ഫാർമസിസ്റ്റാ. ശല്യക്കാരനാണോ? ഹേയ്, ആള് പാവാ. ഒരു പ്രപ്പോസൽ ലൈൻ. പിന്നെന്താ റെസ്പോണ്ട് ചെയ്യാത്ത? ഹേയ്, ഞാൻ ആ ചാപ്റ്ററൊക്കെ എന്നേ ക്ലോസ് ചെയ്തതാ. ആ കഥയൊക്കെ എനിക്കറിയാം. ആ ചാപ്റ്റർ ഇനി ഒന്നുകൂടെ ഓപ്പൺ ചെയ്തൂടെ? ഇനി അതൊന്നും ശരിയാവില്ല. ശരിയാകും, ശരിയാക്കണം. ആ ഫാർമസിസ്റ്റിനെ കണ്ട് സംസാരിക്കാൻ ഞാൻ അനിയനോട് പറയട്ടെ? വേണ്ട വേണ്ട, ഇപ്പൊ പറയണ്ട. ഓക്കെ, ഇപ്പൊ പറയുന്നില്ല, പക്ഷെ ഞാൻ പറയും. അരുൺകുമാർ അരവിന്ദ് ഫസ്റ്റ് ചെയ്യുന്ന പടം കോക്ടെയിൽ, അതിലേക്ക് ഇപ്പോൾ ഖനി ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഒരു കോൾ ഗേളിൻ്റെ ക്യാരക്ടറായിരുന്നു. അതിൽ ഒറ്റ സീനേ ഉള്ളൂ. അതിലേക്ക് ആദ്യം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ കോൾ ഗേൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയ്യോ വേണ്ട എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാനത് വിട്ടു. പക്ഷെ പിന്നീട് ആ പടം റിലീസായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് ചെയ്യാമായിരുന്നു, എനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു. ആ ക്യാരക്ടറും അങ്ങനത്തെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. സിനിമയാണെങ്കിലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പടമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് എന്തായാലും ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോഴാണ് എനിക്ക് ഈ അടുത്ത കാലത്തിൻ്റെ കൺട്രോളർ ഷാജിച്ചേട്ടൻ എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ അരുൺകുമാർ അരവിന്ദ് ഇങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അരുൺചേട്ടനെ വിളിച്ചു. അരുൺചേട്ടൻ ഇങ്ങനെ ക്യാരക്ടറിൻ്റെ ഇതെല്ലാം പറഞ്ഞു തന്നു. നിങ്ങൾ കാരണമാണ് ഇന്ദ്രജിത്തിന് അതിൻ്റെ അകത്തേക്ക് ഒരു ജോലി കൊടുക്കുന്നത് നിങ്ങളുടെ ക്യാരക്ടറാണ്. അപ്പോൾ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഞാൻ ഡെഫിനറ്റ് ആയിരുന്നു. കാരണം എനിക്ക് ആ മറ്റേ കോക്ടെയിലിലെ അവസരം പോയതിൻ്റെ ഒരു സങ്കടവും കൂടെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ എന്തായാലും ഓടിപ്പോയി ചെയ്തു. ഇതിൻ്റെ അകത്തൊരു വേലക്കാരത്തി എന്ന് പറഞ്ഞാലും ജോലിയായിട്ട് ഇവരൊന്നും ചെയ്യുന്നില്ല. എപ്പോഴും മംഗളം വായിക്കുക, മംഗളം മനോരമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാഗസീൻസൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക, നോവൽ അതൊക്കെ വായിച്ചിട്ടിരിക്കുക. പിന്നെ ഏത് നേരം 24 മണിക്കൂറും ഫോണിൽ, അത് പലരെയും വിളിച്ചിട്ട് പലതാണെന്നാണ് പറയുന്നത്. സെർവൻ്റ് ആണെന്നൊന്നും പറയത്തില്ല, ഓഫീസ് ജോലി ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്ന തരത്തിലൊക്കെ. അപ്പോൾ അത് ഒരു നല്ല ക്യാരക്ടറായിരുന്നു. അതെൻ്റെ കരിയറിൽ വേറൊരു ടേണിംഗ് പോയിന്റ്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു ടേണിംഗ് പോയിന്റ് ശരിക്കും ഈ അടുത്ത കാലത്തിലെ ബിന്ദു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. നിങ്ങൾ ഈ വീട്ടിലാണോ ജോലി ചെയ്യണത്? ആണെങ്കിൽ ഞാൻ ഈ വാച്ച്മാനായിട്ടൊക്കെ നിൽക്കുന്ന ആളാണ്. ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ? ഇവിടെ അങ്ങനെ ഒരു ജോലിയൊന്നും ഇല്ല. എന്നിട്ട്
അവിടെ ഒരു കിളവിയാ, ഒരു കിളവിയുണ്ട്, പൂത്ത കാശുമുണ്ട്. ശങ്കർ രാമകൃഷ്ണൻ വഴിയാണ് എനിക്ക് രഞ്ജി സാറിനെ പരിചയപ്പെടുത്താൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശങ്കരേട്ടനാണ്. അത് നത്തോലി ഒരു ചെറിയ മീനുകളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ശങ്കരേട്ടനായിരുന്നു. ശങ്കരേട്ടൻ അപ്പോൾ ഇതിൻ്റെ ഡബിങ്ങും എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ റിലീസിങ് റിലീസിങ് ഡേറ്റൊക്കെ ആവാറായപ്പോഴത്തേനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്, എനിക്ക് നിന്നെ നേരത്തെ അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ എല്ലാം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പടം റിലീസ് ആയിട്ട് ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഇങ്ങനെ രഞ്ജി സാറിൻ്റെ പടം നമ്മൾ തുടങ്ങാൻ പോവുകയാണ്, ഒന്ന് ജസ്റ്റ് വന്നൊന്ന് പരിചയപ്പെട്ടിരിക്കുക, എന്നെങ്കിലും നിനക്കത് ഉപകരിക്കും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ശങ്കരേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ രഞ്ജി സാറിനെ പോയി കാണുന്നതും. അത് വെറുതെ ആയില്ല. അന്ന് ക്യാരക്ടറിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു പടം എടുക്കാൻ പോകുന്നുണ്ട്, നോക്കിയിട്ട് പറയാം. പിന്നെ രഞ്ജി സാറിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാരക്ടർ എന്താണെന്നോ ആർക്കും അറിയാൻ പറ്റില്ല. കാരണം സാറിൻ്റെ മൈൻഡിൽ സാറിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഈ ഒരു ത്രെഡ് എന്താണെന്നും സിനിമ എന്താണെന്നും ആരൊക്കെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നു അങ്ങനെ ഉള്ളതും ഒക്കെ. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പറയും ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസത്തേക്കുള്ള ഡേറ്റ് ബ്ലോക്ക് ചെയ്തിട്ടേരെ, ബാക്കിയുള്ള കാര്യം പറയാം എന്ന് പറയും. അപ്പം അങ്ങനെ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയുടെ സാർ ഏകദേശം എൻ്റെ ഒരു 1 ലൈൻ പോലെ ആയി കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ജർമ്മനിയിലാണ് അത് ഷൂട്ട് ചെയ്യേണ്ടത്, മമ്മൂക്കയാണ് ഹീറോ, അപ്പം ഇന്നതാണ് ദീപ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അതിൽ, അപ്പം നമുക്ക് അത് ചെയ്യാം. അത്ര ഒരു റഫ് ലൈൻ മാത്രമേ നമുക്ക് തരുള്ളൂ. അങ്ങനെ ഞാൻ മുത്തുമണി ഞങ്ങളങ്ങനെ കുറച്ചൊരു ഗ്യാങ് ജർമ്മനി പോയി. അതും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു. കാരണം ജർമ്മനി അത് ഡുസൽഡോഫ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു എൻ്റെ ഷൂട്ട് നേരത്തെ കഴിഞ്ഞു. നമുക്ക് 2 ആഴ്ചത്തെ ഷൂട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പറഞ്ഞ ദിവസത്തേക്കാളും കുറച്ച് 3-4 ദിവസം മുമ്പ് നമുക്ക് ഷൂട്ട് തീർന്നപ്പോൾ ഞങ്ങൾ അവിടെ ഫുൾ പോയി കറങ്ങി. പാരീസിൽ പോയി. അവിടുന്ന് ഒരു 4 hours ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ പാരീസിലേക്ക്. അപ്പോൾ അങ്ങനെ പാരീസിൽ പോയി ഈഫൽ ടവറൊക്കെ കണ്ടു. പിന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം ആംസ്റ്റർഡാം കണ്ടു. കാര്യം നമ്മളിപ്പോൾ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ ആണെങ്കിലും ഇപ്പോൾ മെയിൻ സിറ്റീസ്, ഇപ്പോൾ ലണ്ടൻ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട്, ഇപ്പോൾ US ആണെങ്കിലും മെയിൻ സിറ്റീസിലൊക്കെ മാത്രമായിരിക്കും നമ്മൾ പോയി പ്രോഗ്രാം ചെയ്യുന്നത്. ഒരിക്കലും ആംസ്റ്റർഡാം പോലെയുള്ള ഒരു സ്ഥലത്ത് പോയി ഒരിക്കലും നമ്മൾ പ്രോഗ്രാമിന് പോവില്ല. അപ്പോൾ ഈ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമ കൊണ്ടും രഞ്ജി സാർ പരിചയപ്പെടാൻ പറ്റിയതുകൊണ്ടും ഒക്കെ എനിക്ക് ലോകം മൊത്തം കാണാനുള്ളൊരു ഭാഗ്യം കൂടെ ഉണ്ടായി.